ഇടുക്കി മറയൂരിൽ കാട്ടാന ചെരിഞ്ഞ നിലയിൽ. മറയൂർ കരിമുട്ടിയിൽ സ്വകാര്യ ഭൂമിയിലാണ് കാട്ടുകൊമ്പനെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. മറയൂർ ഫോറസ്റ്റ് റേഞ്ചിലെ ഉദ്യോഗസ്ഥരെത്തി പരിശോധനകൾ നടത്തുന്നു. ജോസിൽ ചേരുന്നു. ജോസിൽ, എപ്പോഴായിരുന്നു ആനയെ കണ്ടത് ചെരിഞ്ഞ നിലയിൽ? വിശദാംശങ്ങൾ. ഷമ്മി, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ മറയൂർ കരിമുട്ടിയിൽ ഈ സ്വകാര്യ ഭൂമിയിൽ കാട്ടുകൊമ്പൻ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുകയാണ്. ഈ വളരെ ചെരിഞ്ഞ ഒരു പ്രദേശമാണ്. അവിടെ പാറയിൽ നിന്ന് തെന്നി താഴേക്ക് വീണ് ചെരിഞ്ഞതാകാം എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് ഒരു വിലയിരുത്തൽ നടത്തിയിരിക്കുന്നത്. ഏതായാലും ഈ കൂടുതൽ പരിശോധനകൾ നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ നാളെ തേക്കടിയിൽ നിന്നും വൈൽഡ് ലൈഫ് വെറ്റിനറി ഡോക്ടർമാരെത്തി പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷമായിരിക്കും അതിന്റെ മറ്റുള്ള സ്ഥിരീകരണങ്ങൾ നടത്തുന്നത്. നാളെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ കാട്ടാനയുടെ സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ഏതായാലും ഈ പ്രദേശത്ത് നിരവധി കാട്ടാനകളുടെ ശല്യം മറയൂർ മേഖലയിൽ ജനങ്ങൾ ഗുരുതരമായ രീതിയിൽ ബാധിക്കുന്ന ഒരു പ്രദേശമാണ്. നിരവധി കാട്ടാനകൾ കൃഷിയിടങ്ങളിൽ അടക്കം ഇറങ്ങി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മേഖലയാണ് മറയൂർ കാന്തല്ലൂർ മേഖലയെല്ലാം. ഏതായാലും അത്തരത്തിലുള്ള ഒരു കാട്ടുകൊമ്പനാണ് ഇത്തരത്തിലൊരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ പ്രാഥമികമായിട്ട് വിലയിരുത്തുന്നത് ഇത്തരത്തിൽ ചെരിഞ്ഞ പാറക്കെട്ടിൽ നിന്ന് താഴേക്ക് പോയി ചെരിഞ്ഞതാണ് എന്നുള്ളതാണ്. ഷമ്മി.